പ്രിയപ്പെട്ട മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ലച്ചു മിസ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതിയ സിലബസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ചാപ്റ്റേഴ്സ് ആണെങ്കിലും അല്ലാതെ ഒരുപാട് ആ സിലബസ് കൂടിയിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമുക്ക് ചാപ്റ്റർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിലും സിലബസ് വൈസ് എടുത്ത് നോക്കുകയാണെങ്കിലും കൂടുതൽ നമുക്ക് കവർ ചെയ്യാനുണ്ട് അവർക്ക്. അത് എനിക്ക് തോന്നുന്നു മക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് ഇവര് കറക്റ്റ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സെയിം ടൈമിലാണ് ഇപ്പൊ മറ്റൊരു ഇഷ്യൂ കൂടി വന്നിരിക്കുന്നത്. എന്താണ് ആ ഇഷ്യൂ? ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാം ഒരുപാട് ദിവസം അവർക്ക് ക്ലാസ്സുകൾ കട്ടായി പോയിട്ടുണ്ട്, അതായത് ലീവ് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്കൊരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും. എങ്ങനെയാണ് നിങ്ങൾ അത് ബുദ്ധിമുട്ടിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ പുതിയൊരു സിലബസ് ആണ്, ഒരുപാട് പോർഷൻസ് ടീച്ചേഴ്സിന് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സെയിം ടൈമിലാണ് ഈ മഴേന്റെ വിഷയം വരുന്നത്, ഒരുപാട് ലീവുകൾ വരുന്നത്. അങ്ങനെ ലീവുകൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചെറിയൊരു ടൈം ടീച്ചേഴ്സിന് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അത് നമ്മളെ എന്തായാലും കുട്ടികൾ എന്ത് ചെയ്യും? അല്ല, ഇതിന് നമുക്ക് ടീച്ചേഴ്സിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ അക്കാഡമിക് പ്ലാൻ പ്രകാരം ഇത്ര ചാപ്റ്റേഴ്സ് നമ്മുടെ ഓണപരീക്ഷ അല്ലെങ്കിൽ മിഡ് ടേം എക്സാമിന് നടത്തണമെന്നും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഓൾറെഡി സെറ്റ് ആണ്. അപ്പൊ ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ കിട്ടിയ ദിവസം കൊണ്ട് അവർക്ക് ആ പോർഷൻസ് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യണം. അപ്പൊ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, വേഗം ക്ലാസ് എടുത്ത് തീർക്കേണ്ട ഒരു ഗതി വരികയാണ്. അത് അവരുടെ അവസ്ഥയാണ് ശരിക്കും. സെയിം ടൈമില് സിലബസും മാറി, അതിന്റെ അതേ സമയത്ത് തന്നെ ഈ ചെറിയ സമയം കൊണ്ട് സിലബസ് തീർക്കേണ്ടതായ ഒരു അവസ്ഥയും വരികയാണ്. അപ്പൊ ഈ രണ്ട് അവസ്ഥകള് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം ശരിക്കും അല്ലെ. നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും അല്ലെ. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ടീച്ചർ, എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഒരു പോംവഴി ഉണ്ടാവില്ല എന്തായാലും? തീർച്ചയായിട്ടും നമ്മുടെ സൈഡിൽ ഒരു പോംവഴി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഏകന്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. മക്കൾക്ക് എവിടെ ഇരുന്നിട്ടും എങ്ങനെ ഇരുന്നിട്ടും എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കറക്റ്റ് പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്ലാൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ അടുത്ത ദിവസം ഒരു ലോഞ്ച് കൂടി വെക്കുന്നുണ്ട്. അത് കറക്റ്റ് ഇത്ര ദിവസം എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, അതിന്റെ ലൈവ് കണ്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോ, ഇതൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തുന്നതാണ്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അവർക്കറിയാം ഇതിന്റെ മുന്നേ നടക്കുന്ന ലൈവ് ക്ലാസ്സുകളാണെങ്കിലും കോണ്ടന്റ് വീഡിയോസ് ആണെങ്കിലും ഇതെല്ലാം അവരുടെ മിഡ് ടേം എക്സാമിനും കൂടിയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഇനി അങ്ങോട്ടേക്കുള്ളതും എന്ത് തന്നെയാണ്, മിഡ് ടേം എക്സാമും ഓണപരീക്ഷയ്ക്കൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക്, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇനിയുള്ള ദിവസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മഴ ഉണ്ടെങ്കിൽ ലീവ് ആയിരിക്കും. നിങ്ങൾ എൻജോയ് ചെയ്ത് വീട്ടിലിരിക്കുന്നതിന്റെ പകരം കുറച്ച് സമയം നിങ്ങൾ തീർച്ചയായും പഠനത്തിന് മാറ്റി വെക്കണം. അതും ഏകന്റെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പ്ലാനിങ്ങിലാണ്. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ വന്നിട്ട് വെറുതെ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതിന് പുറമെ കറക്റ്റ് ഒരു പ്ലാനിങ് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ഏകൻ ചാനൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എന്താ ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.